ആശാ ബെന്നിയുടെ ആത്മഹത്യ വളരെ ദുരൂഹതയുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. ആശാ ബെന്നി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എഴുതി വെച്ച ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്. ഏതാണ്ട് 8 പേജ് വരുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പെന്ന് പറയുന്നത്. അതിന് നമ്മുടെ നിയമത്തിൽ പോലും വളരെ ഒരു സാങ്ക്ടിറ്റി, അതായത് ഒരു 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 പരിപാവനത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മരിക്കാൻ പോകുന്ന ഒരാൾ എപ്പോഴും അയാൾ സത്യമേ പറയൂ, ആ മരണത്തിൻ്റെ ആ വേദനയിൽ സത്യമേ പറയൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൊല്ലപ്പെടുന്ന ഒരാൾ എന്നെ ഇതാണ് ഇന്നതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് ഡൈയിങ് ഡിക്ലറേഷനായിട്ട് മാറും. അതേപോലെ തന്നെയാണ് ഏതാണ്ട് ഒരു ആത്മഹത്യാക്കുറിപ്പ്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേറെ നിവൃത്തിയില്ല, ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്, എനിക്കിനി ജീവിച്ചിരിക്കാൻ മാർഗമില്ല, അതിൻ്റെ കാരണക്കാരിന്നാരാണ്, ഇന്നതാണ് അതിൻ്റെ കാരണം എന്ന് വിശദമാക്കുന്ന ഒരു കത്ത് എഴുതി ഒരു ആത്മഹത്യാക്കുറിപ്പ്, ഏതാണ്ട് 8 പേജ് വരുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ഈ ആശാ ബെന്നി ആത്മഹത്യ ചെയ്തേക്കുന്നത്. അതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് കാണാവുന്നത് പ്രദീപ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളും അത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുടെ എന്തോ ഡ്രൈവറോ അങ്ങാണ്ടായിരുന്നു അയാൾ, വരാപ്പുഴ ഭാഗത്ത്. അപ്പോൾ ആയിരുന്ന ഒരാളാണ് അയാൾ. ഒരു കൈക്കൂലി കേസിൽ അവസാനം പിടിക്കപ്പെട്ടു. കൈക്കൂലി എന്ന് പറയുന്നത് അതിലും വലിയ കടുപ്പംപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനെ പോലീസ് തെറ്റിദ്ധരിച്ച് വേറൊരാളാന്ന് വിചാരിച്ച് കൊണ്ടുപോയി എടുത്തിട്ട് അടിച്ചു കൊന്നല്ലോ കസ്റ്റഡിയിൽ. ആ കസ്റ്റഡിയിൽ അടിച്ചു കൊന്ന ആൾ ഇയാളെ കസ്റ്റഡിയിൽ അവശനായി കിടക്കുമ്പോൾ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ശ്രീജിത്തിൻ്റെ ബന്ധുക്കൾ ഈ പ്രദീപിനെ സമീപിച്ചപ്പോൾ ഒരു 25,000 രൂപ തന്നാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അയാളെ ജാമ്യത്തെ പിടിക്കാമെന്ന് പറഞ്ഞു. അവരവസാനം 15,000 രൂപ, പാവങ്ങളെ 15,000 രൂപ സംഘടിപ്പിച്ചു കൊണ്ട് കൊടുത്തു. ഇയാൾ കസ്റ്റഡി വെച്ചും മരിക്കുന്നു, ഈ ശ്രീജിത്ത്. അപ്പോൾ പിന്നെ അഭിഭാഷകർ മുഖേന ഇത് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ പൈസ, ഈ 15,000 രൂപ പ്രദീപ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണത്തിൽ വ്യക്തമായപ്പോൾ ഈ പ്രദീപിനെ സർവീസും സസ്പെൻഡ് ചെയ്തു. ഇപ്പോഴും ഡിസിപ്ലിനറി ആക്ഷൻ കിടക്കുകയാണ്. അത് കാരണം ഇയാൾക്ക് ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. പെൻഷനും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, ഈ ഒരു ഓട്ടോയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ ഭാര്യ ബിന്ദു, ഇവർക്ക് ഇത്രത്തോളം വരുമാനം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. അതാ പറഞ്ഞ അതിൽ വളരെ വലിയ ദുരൂഹതകളുണ്ട്. 10 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന്, ഈ ബിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ആശാ ബെന്നി വാങ്ങിയിരുന്നതായും അതിന് പലിശ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 120% പലിശ, 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം 1,20,000 രൂപ പലിശ മാത്രം കൊടുക്കണം, മുതലവിടെ കിടക്കും. അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഈ 10 ലക്ഷം രൂപ വാങ്ങി ആശാ ബെന്നി എന്ത് ചെയ്തു? വീട്ടുകാരറിയാതായി പണം വാങ്ങിയേക്കുന്നതെന്ന് പറയുന്നു. അത് പക്ഷേ അവിടെ ഇവർ വാടകയ്ക്ക് കൊടുത്ത കടകളുണ്ടായിരുന്നു. 3 മുറി കടകളുണ്ട്. അതിൽ 2 മുറി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കട. അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനുമായിട്ടും കുറേ പണികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ആശാ ബെന്നി ഒരു ചെറിയ കട നടത്തുന്നുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എന്ന് വീട്ടുകാർ വിചാരിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും ആ വിചാരത്തിൽ കുറച്ച് അതിശയോക്തി ഇല്ലാതില്ല ഇങ്ങനെ വിചാരിക്കുന്നതിൽ. കാരണം പല ആളുകളെ ഇന്ന് അവസാനം ഈ ആശാ ബെന്നി ഈ പണം കടം വാങ്ങാൻ ഇടയായി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പലിശ കൊടുക്കാനാണ്. എന്തായാലും ഇത് ഭർത്താവ് അറിഞ്ഞില്ല എന്ന് ആ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. കാരണം ഇത് ഭർത്താവിനെ അറിയിക്കും എന്ന് ഈ പ്രദീപും ഭാര്യയും കൂടെ ചെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പ്രദീപിൻ്റെയും ഭാര്യയോടൊപ്പം പ്രദീപിൻ്റെ മകളും, അതായത് ഇവരുടെ മകളും കൂടെ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഏതായാലും മകൾ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് മനസ്സിലായ. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി ഹാജരാക്കുമല്ലോ എന്ന് ഇപ്പം കണ്ടറിയണം നമുക്ക്. ഏതായാലും പ്രദീപും ഭാര്യ അന്നേരം മുതൽ ഒളിവിലാണ്. ഇതുപോലെ വട്ടിപ്പലിശ വാങ്ങിക്കുന്നവരുണ്ടല്ലോ, കാരണം
എന്തുമാത്രം കണ്ണീരാണ് ഇവർ വാങ്ങിയെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കത്തില്ല, അറിയത്തില്ല. ഈ വാങ്ങുന്നവർക്കും അറിയത്തില്ല. അവർക്ക് കണ്ണിച്ചോരയില്ല, അതെ അവർ പ്രവർത്തിക്കും. ഇപ്പോൾ ഈ ഈ സ്ത്രീ ഈ പണം കൊടുക്കാനായിട്ട് പലിശ കൊടുത്തില്ലെങ്കിൽ ഇത് നാട്ടുകാരെ അറിയിക്കും. മാത്രമല്ല ഏതാണ്ട് 22 ലക്ഷം രൂപ, 10 ലക്ഷം വാങ്ങിയതിന് 22 ലക്ഷം രൂപ തീർത്തതായിട്ടാണ് ഈ ആശാ ബെന്നിയുടെ ആത്മഹത്യക്കുറിപ്പിലുള്ളത്. 22 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം വീണ്ടും 22 ലക്ഷം രൂപയും കൂടെ വേണമെന്നാണ് പറയുന്നത്. ഇതിങ്ങനെയാണ്. ഒരിക്കലും ഇത് കൊടുത്താൽ തീരത്തില്ല. വാങ്ങിച്ചാൽ എത്ര പ്രാവശ്യം കൊടുത്താലും തീരത്തില്ല. ഇത് എത്ര പ്രാവശ്യം പൈസ എത്ര നമ്മൾ തിരിച്ചു കൊടുത്താലും ഇത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരും. അപ്പോൾ ഇത് ഈ ഭർത്താവിനെ അറിയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അറിയാവുന്നത് ബുദ്ധിമുട്ടാണ്, അറിയുന്നത്. അതുകൊണ്ടാണ് ആശാ ബെന്നി അവസാനം പലരുടെ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. ഒരു സ്ത്രീ ഇപ്പം തന്നെ ഈ ആശാ ബെന്നി എനിക്ക് ഈ ആത്മഹത്യ ചെയ്യുന്ന ദിവസം തന്നെ, ഈ ആത്മഹത്യ ചെയ്യാൻ പുഴയിൽ ചാടുന്നതിന് മുമ്പ് തന്നെ അത് ചാടിക്കഴിഞ്ഞുള്ള ആ സമയത്ത് തന്നെ ഈ ആശാ ബെന്നിയെ വിളിച്ചതിന് ശേഷം ഫോൺ എടുക്കാത്തതുകൊണ്ട് ഈ ആശാ ബെന്നിയുടെ വീട്ടിൽ പണവും കൊണ്ടുവന്നു ആശാ ബെന്നിക്ക് കൊടുക്കാൻ. അപ്പോൾ ഈ പണമൊക്കെ വാങ്ങിച്ചത് ഇതുപോലെ ഒരിടത്തുനിന്ന് പലിശയ്ക്ക് വാങ്ങിക്കും. അത് കൊടുത്തു തീർക്കാൻ വയ്യാതെ വരും. അവസാനം അവരുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ വേറെ പണം ഇതേപോലെ പലിശയ്ക്ക് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കും. ഈ വട്ടിപ്പലിശയാണ് ഇതെല്ലാം വാങ്ങുന്നത്. വളരെ അത്ര വലിയ പലിശയല്ലേ, 120% പലിശ എന്ന് പറയുന്നത് നമുക്ക് കേട്ട് കേൾവിയുള്ളതാണോ? ഇത് യഥാർത്ഥത്തിൽ ഈ കുബേര തന്നെയല്ലേ യഥാർത്ഥം, അതിൻ്റെ വയലേഷൻ തന്നെയല്ലേ. അപ്പോൾ ആ ഓപ്പറേഷൻ കുബേര ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും രണ്ടാമത് ഇത് ഒരു ഇൻറ്റൻസീവ് ഡ്രൈവ് നടത്തണം. ഗവൺമെൻറ് ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നടത്തി ഇങ്ങനെ ഈ പണം കൊടുക്കുന്നവരെല്ലാം പിടികൂടണം. പണം കൊടുക്കണ്ട, അത് തന്നെ. ഇങ്ങനെ കാശ് ഉണ്ടാക്കേണ്ട ഒരുത്തനും ഇതുപോലെ ഈ കണ്ണുനീര് സമ്പാദിച്ചെടുക്കണ്ട. അവിടെ ഇപ്പോൾ തന്നെ ഈ സ്ത്രീ അകാലത്തിൽ അവരുടെ ജീവൻ അവർക്ക് കളയേണ്ടി വന്നു. ഇതെല്ലാം മുഴുവൻ ഈ വട്ടിപ്പലിശക്കാരനല്ലേ. അപ്പോൾ 22 ലക്ഷം രൂപയ്ക്ക് വീണ്ടും മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കണമെന്നുള്ളതാണ് അടുത്ത ഭീഷണി. അന്ന് അവസാനം നിവർത്തിയില്ലാതാണ് എനിക്കിനി ജീവിക്കാൻ മാർഗമില്ല, പറ്റുന്നില്ല, ഇവരെ ഭീഷണി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ആത്മഹത്യ ചെയ്തേക്കുന്നത്. അത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് തന്നെയാണ് ആ ഒഫൻസ്, അതിൽ വരും. അപ്പോൾ ഇത് ആത്മഹത്യ പ്രേരണാ കുറ്റം, അതാണ്. അത് നല്ല ശിക്ഷയുള്ള കുറ്റമാണ്, സെഷൻസ് ഒഫൻസ് അല്ലേ. ഇത് ഏതായാലും അത്ര പെട്ടെന്നൊന്നും ജാമ്യമൊന്നും കിട്ടി പോവുകയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മകളെ, ഇവരെ രണ്ടുപേരും ഒളിവിലാണ്, കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടായി. ഈ ആഗസ്റ്റ് 11 ഈ ആശാ ബെന്നി ആത്മഹത്യക്ക് ശ്രമിച്ചു, കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ മേളിൽ അത് കാര്യം അറിഞ്ഞ് ഈ 12-ാം തീയതിയാണ് ഇതുപോലെ ഈ പണത്തിൻ്റെ കാര്യമൊക്കെ ബിന്ദുവായിട്ട് ഉള്ള ഇടപാടിനെ കുറിച്ചൊക്കെ ആശാ ബെന്നി വെളിവാക്കുന്നത്. അങ്ങനെ അത് പോലീസിൽ പരാതി കൊടുത്തു. ഈ ഭീഷണി സഹിക്കാൻ വയ്യാതാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നൊക്കെ അത് പരാതി കൊടുത്തു. ആ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, പോലീസ് ഇത് ശരിയായിട്ട് അന്വേഷിച്ച് ഇതിൽ നടപടിയെടുക്കുന്നതിന് പകരം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഇത് ഒത്തുതീർപ്പ് ചർച്ചയാണ്. ഈ ഒത്തുതീർപ്പ് ചർച്ചയാണ്. അവിടെ പോലും SP ഓഫീസിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചെന്ന് അവിടെ പോലും വെച്ച് ഈ പ്രദീപ് ഈ ആശാ ബെന്നിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ ബുദ്ധിമുട്ട് എല്ലാം സഹിച്ചാണ് ആ സ്ത്രീ കഴിഞ്ഞത്. കാരണം വാങ്ങിച്ച് തലയിട്ട് പോയി. ഇനി ഇവർക്ക് ഇത്രയും പൈസ എവിടുന്നുണ്ടായി ഇത് കൊടുക്കാൻ എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷിക്കണം. ഇത് ഏത് ഇടപാടാണ്, ഏത് വിധത്തിലാണ് വന്നേക്കുന്നതെന്നും എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം. ഇതിലെ ദുരൂഹതകളൊക്കെ അന്വേഷിച്ച് മാറ്റണം. ഇത് മാത്രമല്ല, ഇതുപോലെ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവന്മാരെ എല്ലാം പിടികൂടണം. അത് ഓരോ കമ്പനിക്കാരുണ്ട് കേട്ടോ. ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അവർ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് കടം വാങ്ങിപ്പോയാൽ പണം വാങ്ങിപ്പോയത് ഒരിക്കലും തിരിച്ചു കൊടുത്ത് തീരത്തില്ല. അവസാനം നിങ്ങൾക്ക് വളരെ വലിയ ഭീഷണിയായിരിക്കും നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ ഈ ഓൺലൈൻ ഈ ലോണുകൾ ഒരുപാട് ആളുകൾ എടുക്കാറുണ്ട്. എടുത്തു പോയാൽ നിങ്ങൾ ഒരിക്കലും എത്ര നാളിത് അടച്ചാലും ഇത് തീരത്തില്ല.
അവസാനം എന്താണെന്നറിയോ, ഇതില്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, നിങ്ങളുടെ മറ്റേ ചിത്രം എടുത്ത് മോർഫ് ചെയ്ത് പ്രദർശിപ്പിക്കും. അതായത് നഗ്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രദർശിപ്പിച്ച് കളയും. ആ രീതിയിലെല്ലാം ഉള്ള ഭീഷണിയാണ്. അങ്ങനെ പണം കടം വാങ്ങുന്നവരെല്ലാം അവസാനം വളരെ കഷ്ടപ്പാടിൽ ഇവർ ചോദിക്കുന്ന പൈസ എല്ലാം കൊടുക്കും. എത്ര കൊടുത്താലും അത് തീരത്തില്ല കേട്ടോ. അതാണ് ആ ഒരു 10,000 രൂപ എടുക്കുന്നുണ്ടല്ലോ, 10 ലക്ഷം രൂപ അവസാനം കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് കാര്യം. അതുകൊണ്ട് ഇങ്ങനെ വഞ്ചിതരാകരുത്. ഇതെല്ലാം നിരോധിക്കണം. അതാണ് വേണ്ടത്. നല്ല നടപടി ഇതിനെതിരെ വേണം.